ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുടലിനകത്ത് ഒത്തിരിയേറെ ബാക്ടീരിയകളുണ്ട്. ബാക്ടീരിയ, വൈറസുകൾ, ഫംഗസ്, പാരസൈറ്റ്സ്, വരെ ഐറ്റംസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കുടലിലുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചെറിയ വേരിയേഷൻസ് ഇതിന് വന്നു കഴിഞ്ഞാൽ തന്നെ അതിന് നമ്മൾ മൂഡിനെ ബാധിക്കും. അതായത് ഈ നല്ല ബാക്ടീരിയാസാണ് ഈ സെറട്ടോണിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുന്നത്. ഇത് കുടലിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ്, കുടലിൻ്റെ മൂവ്മെൻറ്റ് ക്ലിയറാക്കി മോഷൻ ക്ലിയർ ആക്കലാണ് ഇതിൻ്റെ മെയിൻ പണി. ഇത് കഴിഞ്ഞെന്ന് പറയുന്നത് ബാക്കി സെറട്ടോണിൻ എന്ത് ചെയ്യുമെന്ന് പറയുന്നത് ഇത് വേഗസ് നെർവ് വഴി ബ്രെയിനിലേക്ക് വരും. ബ്രെയിനിലേക്ക് വന്നെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് ഹാപ്പിനെസ്, സന്തോഷം എന്ന് പറയുന്നൊരു ഫീൽ കിട്ടത്തുള്ളൂ. ഇത് അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് അങ്ങനെ ബ്രെയിനിലേക്ക് കയറുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് കൂടുതലും കുടലിനകത്ത് തന്നെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ലൂസ് മോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങും. ലൂസ് മോഷൻ ഉള്ള ആളുകൾക്ക്, മോഷൻ ക്ലിയർ അല്ലാത്ത ആളുകൾക്ക് അവർക്ക് മെയിനായിട്ടും ഈ സെറട്ടോണിൻ ബ്രെയിനിലേക്ക് എത്താത്തതിൻ്റെ പ്രശ്നമായിരിക്കും. അങ്ങനെയുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ കൂടുന്നത്, ആങ്സൈറ്റി കൂടുന്നത്. അതിന് നമ്മൾ ആങ്സൈറ്റിക്കും ടെൻഷനും അല്ലെങ്കിൽ ഡിപ്രഷനും മരുന്നെടുത്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അവരുടെ ഒറിജിൻ കിടക്കുന്നത് കുടലിലാണ്. അപ്പം ആർക്ക് ഡിപ്രഷനുണ്ട്, ആർക്ക് ആങ്സൈറ്റി ഉണ്ട്, മൂഡ് സ്വിങ്സ് ഉണ്ട്, അവരോട് നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം മോഷൻ ഓക്കെ ആണോ, വയർ ഓക്കെ ആണോ? അതല്ലെങ്കിൽ അവിടെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അല്ല നമ്മൾ സൈക്യാട്രിക് മെഡിസിൻ എടുത്തുകൊണ്ടിരുന്നിട്ട് കാര്യം വരത്തില്ല. റൂട്ട് കോസ് ട്രീറ്റ് ചെയ്ത് അതിന് യാതൊരു രീതിയിലുള്ള ചേഞ്ചസും ഉണ്ടാകത്തില്ല.